Welcome back my dear children. Welcome to our physics class. ഇന്ന് ഒരു നല്ലൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണിത്. ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക. നമുക്ക് ഈ 9ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ 11ാം ക്ലാസ്സിലായാൽ പോലും നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് മെയിനായിട്ട് 3 ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. ആ 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ്. ഒരു ഗ്രാഫ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം എന്തായാലും അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് v = u + at. v = u + at. അതിൽ v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ആണ്, യു എന്ന് പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്, ടൈം ടി എന്ന് പറയുന്നത് ടൈമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഇത്രയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ബോഡിയുടെ മോഷനാണ്. ഇവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു ബോഡി ഫോളോ ചെയ്യാണ് അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷനോടെ ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എടുക്കാം. ഇത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള തെങ്ങ്. ഓക്കെ, ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ താഴത്തേക്ക് വീഴുന്നതായിട്ട് എല്ലാവരും സങ്കല്പിക്കുക. ഓക്കെ, ദിസ് ഈസ് എ ഫോളിങ് കോക്കനട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോക്കനട്ട് അല്ലെങ്കിൽ ഈ ഒരു തേങ്ങ വീഴുന്നത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ് അല്ലേ. അതിൻ്റെ ആക്സലറേഷൻ വ്യത്യാസം വരില്ല. 9.8 m/s തന്നെ ആയിരിക്കും, m/s² തന്നെ ആയിരിക്കും അതിൻ്റെ ആക്സലറേഷൻ. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ ഒരു ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബോഡി ഫോളോ ചെയ്യുന്നതിന് ഓരോ ടൈമിനും അതേപോലെ അതിനനുസരിച്ചുള്ള വെലോസിറ്റിയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഒരു തേങ്ങ വീഴുന്നതിൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കുക. ഇപ്പോൾ പെർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിനുണ്ടായിട്ടുള്ള വെലോസിറ്റി കണ്ടെത്തുക, അടുത്ത ടൈമിൽ അതിനുണ്ടായ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അങ്ങനെയൊക്കെ മെഷർ ചെയ്തിട്ട് ഒരു ടാബ്ലർ കോളം നമ്മുടെ കയ്യിലുണ്ട്. വെലോസിറ്റിയും ടൈമും റിലേറ്റ് ചെയ്യുന്നത് വെലോസിറ്റിയും ടൈമും റിലേറ്റ് ചെയ്യുന്ന ഒരു ടാബ്ലർ കോളം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ ഒരു ടാബ്ലർ കോളം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ ടൈം ഗ്രാഫിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, എക്സ് ആക്സിസിൽ നമ്മളെപ്പോഴും ടൈമാണ് അടയാളപ്പെടുത്തുക. അപ്പോൾ ടൈം അടയാളപ്പെടുത്തുമ്പോൾ അതിനൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റ് എഴുതിയിട്ട് പോവാം. വൈ ആക്സിസിൽ എപ്പോഴും അതിൻ്റെ വെലോസിറ്റിയാണ് അടയാളപ്പെടുത്തുക, അതിനൊപ്പം തന്നെ അതിൻ്റെ യൂണിറ്റ് m/s. ഓക്കെ, ഈ 2 ആക്സിസും ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ഒറിജിൻ എന്ന പേര് കൊടുക്കും. ഇനി നമ്മൾ ഈ ഒരു മോഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക വെച്ചാൽ we will get that each time the velocity of the body increases like this. Okay, നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ പോയിന്റ്സും കൂടെ ഒരുമിച്ച് വരയ്ക്കുക. ഓക്കെ, ഒരുമിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, സോ ദിസ് ഗ്രാഫ് ഈസ് റെപ്രസെൻറ്റിംഗ് എ ബോഡി വിച്ച് ഈസ് മൂവിങ് അണ്ടർ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഓക്കെ, വി ഹാവ് ഗോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമ്മൾ ഈ ഗ്രാഫിൽ ഉള്ള കാര്യങ്ങളാണ്, ആ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേർക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഗ്രാഫിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈമുകൾ എടുക്കുകയാണ്. ഓക്കെ, പെർട്ടിക്കുലർ ടൈമിൽ ഇത് T1 എന്നുള്ള ടൈം, ഇത്
T2 പറഞ്ഞിട്ടുള്ള ടൈം. ഓക്കെ, 2 ടൈം എടുക്കുന്നു. ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റികളും നമ്മൾ എടുക്കുന്നു. ഓക്കെ, T1 ടൈം, ദെൻ T2 ടൈം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റികൾ ഇതാ ഇവിടെ വെലോസിറ്റി വരും, ദെൻ ഇവിടെ ഒരു വെലോസിറ്റി വരും അല്ലേ. അപ്പോൾ 2 വെലോസിറ്റികളും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ഗ്രാഫിന് ഒരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോട്ടൽ ഏരിയയ്ക്ക് ഒരു പേര് കൊടുക്കുകയാണ്. PQRS. ഓക്കെ, PQRS എന്നുള്ള ഒരു പേര് കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു വെലോസിറ്റി അല്ലേ, T1 സമയത്തിലുണ്ടായിരുന്ന വെലോസിറ്റി നമുക്കതൊരു തുടക്കത്തിലുള്ള, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. സോ വി ക്യാൻ റെപ്രസെന്റ് ഹിയർ ആസ് എ ഇനീഷ്യൽ വെലോസിറ്റി U. ഓക്കെ, ആൻഡ് ദ T2 വെലോസിറ്റി നമുക്ക് ഫൈനൽ വെലോസിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ദാറ്റ് ഈസ് V. ഇനി നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഈ ഗ്രാഫിക്കൽ ലൈനിൽ ഇതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കുക. എക്സ്ട്രാപോളേറ്റ് ചെയ്ത് വരയ്ക്കുമ്പം ഇങ്ങനെ വരും. അതായത് ഈ ഒരു ലൈൻ, അതായത് എക്സ് ആക്സിസിന് പാരലലായിട്ട് വരയ്ക്കുന്ന ഈ ലൈനെ QR പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രാഫിക്കൽ ലൈനുമായിട്ട് ജോയിൻ ചെയ്യും അല്ലേ. ആ ജോയിൻ ചെയ്യുന്ന പോയിന്റിന് നമ്മൾ A എന്നുള്ള പേര് കൊടുക്കുക. ഓക്കെ, A എന്നുള്ള പേര് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഓൾമോസ്റ്റ് റെഡിയായി. ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ട്രയാങ്കിളും ഉണ്ട്, അതേപോലെ ഒരു റെക്റ്റാങ്കിളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. ഇതൊരു പോർഷൻ ട്രയാങ്കിളാണ്, ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആണ്, ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഷേപ്പുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് എത്തുന്നു, ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് എത്തുന്നു. അപ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ആദ്യത്തെ ചലന സമവാക്യത്തിലേക്ക് എത്തിച്ചേരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രാഫിന് ഒന്നുകൂടി ഡിലൈറ്റ് ആയിട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറച്ച് ഡാറ്റാസ് എന്തായാലും കിട്ടും അല്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമ്മൾ വരച്ചിട്ട ഗ്രാഫ് നന്നായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. PS എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഗ്രാഫിക്കൽ ലൈൻ, അതേപോലെ AR പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈനും സെയിം ആണ് അല്ലേ. ദേ ആർ സെയിം because their height is almost same and they representing what they representing is also same അല്ലേ. അപ്പോൾ അത് ആദ്യം എന്തിനാണ് കാണിക്കുന്നത്? ഇനീഷ്യൽ വെലോസിറ്റിനാണ് കാണിക്കുന്നത് U. ഇനി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഫൈനൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ലൈനാണ്. ഫൈനൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ലൈനാണ് ഈ QR പറഞ്ഞിട്ടുള്ള ലൈൻ. ഓക്കെ, QR പറഞ്ഞിട്ടുള്ള ലൈന് ഫൈനൽ വെലോസിറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി, അതേപോലെ ഫൈനൽ വെലോസിറ്റി നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടി. എങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതിക്കൂടെ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റികൾക്ക് തമ്മിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിട്ട് നമ്മൾ എടുക്കാറ്. അപ്പം നമ്മുടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് QR ആണ്. ദെൻ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് PS എന്നുള്ള ലൈനാണ് അല്ലേ. അതായത് ഈ QR എന്നുള്ള ലൈനിൽ നിന്ന് ഈ PS എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് നമ്മൾ മായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടുന്നത്? അതാണ് നമ്മളുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് QR മൈനസ് PS-ഉം QR മൈനസ് AR-ഉം തുല്യമാണ് അല്ലേ. PS-ന് തുല്യമാണ് AR. രണ്ടും ചെയ്യുന്നത് സെയിം തന്നെയാണ്. സോ ഈ ഒരു ലൈൻ നമ്മൾ മായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ഏതാണ്? ഗ്രാഫിക്കൽ ലൈൻ ഇത് അല്ലേ, AQ.
അപ്പോൾ AQ പറഞ്ഞിട്ടുള്ള ലൈനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ചേഞ്ചിങ് വെലോസിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 ഡാറ്റകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നുള്ള കാര്യം, രണ്ടാമത്തത് ഫൈനൽ വെലോസിറ്റി എന്താണെന്നുള്ളത്, അതേപോലെ ചേഞ്ചിങ് വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ, ഗ്രാഫിക്കൽ ലൈനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കർവ് ആണ് അല്ലേ, കോൺസ്റ്റന്റ് ആക്സിലറേഷനുള്ള ഒരു ബോഡിയുടെ ഒരു ഗ്രാഫാണ്. അതുകൊണ്ട് നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ആക്സിലറേഷൻ അഥവാ ത്വരണം, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്നും പറയാം ആക്സിലറേഷൻ. അപ്പോൾ നമ്മളിനി ആക്സിലറേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോവാണ്. ആക്സിലറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് എ വെച്ചിട്ടുള്ള സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി AQ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്, ടൈം എന്ന് പറയുന്നത് ചേഞ്ചിങ് ടൈം ആണ് അല്ലേ. അതായത് T2 മൈനസ് T1 ആണ് നമ്മുടെ ടൈം. അത് ഈ T2 മൈനസ് T1 റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ലൈനാണ് SR. SR എന്നുള്ള ലൈൻ. അപ്പം എന്ത് ചെയ്യാം, AQ ഡിവൈഡഡ് ബൈ SR എന്ന് എഴുതിക്കൂടെ? യെസ്, നമുക്ക് എഴുതാം. ഇത് കുറച്ചും കൂടി ഭംഗിയിൽ എഴുതാൻ പോവാണ്. അപ്പോൾ ചേഞ്ചിങ് വെലോസിറ്റിന് AQ ബൈ SR നമ്മൾ എഴുതി. ഇനി AQ എന്താന്ന് നമുക്കറിയാം, V മൈനസ് U ആണെന്ന് നമ്മൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതേപോലെ SR എന്ന് പറയുന്നത് ചേഞ്ചിങ് ടൈം ആണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള ചേഞ്ചിങ് ടൈമിനെ ഒരു ക്യാപിറ്റൽ T കൊണ്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്മോൾ t കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ V മൈനസ് U ബൈ T എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. ആക്സിലറേഷൻ ഈക്വൽ ടു V മൈനസ് U ബൈ T. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെന്റ് ചെയ്യാണ് കേട്ടോ. റീഅറേഞ്ച്മെന്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എയും എയുടെ ഭാഗത്തേക്ക് ടിയെ കൊണ്ടുവരും, V മൈനസ് യുവിനെ അവിടെ തന്നെ നിർത്തുക. അപ്പോൾ V മൈനസ് U ഈക്വൽ ടു A ഇൻറ്റു ടി കിട്ടും. ഓക്കെ, V മൈനസ് U ഈക്വൽ ടു A ഇൻറ്റു ടി കിട്ടും. അതിൽ നിന്ന് V എങ്ങനെ എഴുതാം, V ഈക്വൽ ടു U പ്ലസ് AT ആയിട്ട് എഴുതിക്കോടെ എഴുതാം. ഇപ്പൊ തന്നെ പല കുട്ടികളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും, എങ്ങനെയാണ് ഇവിടെ ഒരു പ്ലസും ഇവിടെ ഒരു ചിഹ്നമൊന്നും ഇല്ലാണ്ടായി പോയത്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ AT പറഞ്ഞ ടേം അവിടെ തന്നെ ഉണ്ട്. പിന്നെ വരുന്ന ടേം ഏതാണ്, മൈനസ് U ആണ് അല്ലേ. ആ മൈനസ് U നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് U ആയിട്ട് മാറും. ഓക്കെ, അത് പ്ലസ് U ആയിട്ട് മാറും. അപ്പം നമുക്ക് ഫൈനൽ വെലോസിറ്റിയിൽ നമുക്ക് എങ്ങനെ എഴുതാം, V ഈക്വൽ ടു U പ്ലസ് AT ആയിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ ചലന സമവാക്യങ്ങളുടെ ആദ്യത്തെ സമവാക്യം. വളരെ എളുപ്പമുള്ള സമവാക്യമാണ് V ഈക്വൽ ടു U പ്ലസ് AT. അതേപോലെ അതെങ്ങനെയാണ് ഗ്രാഫിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു ഗ്രാഫ് വരച്ചായിരുന്നു, ആ ഗ്രാഫിൽ നിന്ന് വേണ്ട ഡാറ്റകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ടൈം, അതൊക്കെ എങ്ങനെയാണ് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷൻ യൂസ് ചെയ്തു. അതിൽ ഓരോ ടേംസുകളും നമ്മൾ കൊടുത്തിട്ടാണ് ഫൈനലായിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നത്, V ഈക്വൽ ടു U പ്ലസ് AT. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചോളാം. വളരെ സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇത് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗ്രാഫ് തന്നെയാണ് അടുത്ത സമവാക്യങ്ങളിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കാനും അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.